രാജസ്ഥാനിലുള്ള ജയ്സാൽമറിലേക്ക് യാത്ര പോവുകയാണ്. ഒരു ഭാഷയിലും അവന് എഴുതാനും വായിക്കാനും അറിയില്ല. ടുവേർഡ്സ് പാകിസ്ഥാനാണ്. അപ്പോൾ ഞങ്ങൾ കത്തിച്ച് പോവാണ്. ഒരു ടെൻറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി പാകിസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ആകപ്പാടെ പെട്ടു എന്ന് മനസ്സിലായി. 100-120 പോകുന്നത്. ജിരംഗി ഭൈജാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതെന്താ ഇവിടെ വേറെ ആരുമില്ലേ, ജീവക്കയുടെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാധിച്ചത് ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ പഴയ ഫോർഡ് ഫിഗോയും കൊണ്ട് ഞാൻ മണാലി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ സംഭവിച്ച ഒരു സംഭവമാണിത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. ഒന്ന് എൻ്റെ ഫോർഡ് ഫിഗോയും മറ്റൊന്ന് ഒരു ഹോണ്ട സിറ്റിയും. 2 വണ്ടിയിലും 2 പേര് വെച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫ്രണ്ട് സീറ്റ്സിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. റിയർ സീറ്റ്സ് കാലിയായിരുന്നു. പിന്നെ ബൂട്ടിൽ നമ്മുടെ വെള്ളവും ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഈ സൈഡിലെ കോ ഡ്രൈവറിന് പുള്ളിക്ക് ഉറങ്ങണമെങ്കിൽ സീറ്റ് ഫുൾ താത്തിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. 2017 മെയ് മാസത്തിലാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ ആ യാത്രയിലെ 7ാം ദിവസം നടന്നൊരു സംഭവമാണ് ഇത്. അപ്പോൾ ആ ദിവസം ഞങ്ങൾ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിൽ നിന്നും രാജസ്ഥാനിലുള്ള ജയ്സാൽമറിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ രാജസ്ഥാൻ്റെ ആ ഒരു ടച്ച് വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഒട്ടകങ്ങൾ, പിന്നെ ആൾക്കാരുടെ ഡ്രസ്സ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വഴിയിൽ ഞങ്ങളൊരു കല്യാണം കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ജയ്സാൽമർ എത്തി. അപ്പോൾ ജയ്സാൽമർ എത്തിയിട്ട് അവിടെ ഞങ്ങൾ ജയ്സാൽമർ ഫോർട്ട് കണ്ടു. മനോഹരമായൊരു ഫോർട്ടാണ്. ഫോർട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഓട്ടോക്കാരനായ ഒരു പയ്യനെ കണ്ടു. പയ്യൻ എന്ന് പറഞ്ഞാൽ പോരാട്ടോ, അവനെ തന്നെ വിളിക്കുന്നത് കൂൾ രാഹുൽ എന്നാണ്. അവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 30-ലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഒരു ഭാഷയിലും അവന് എഴുതാനും വായിക്കാനും അറിയില്ല. കാരണം അവൻ സ്കൂളിലേ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈവൻ ഈ സംസാരിക്കാൻ അറിയുന്നത് കൊണ്ട് അവിടെ വരുന്ന ഏത് ടൂറിസ്റ്റിനെയും അവന് നൈസായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അവനെ തന്നെ ബ്രാൻഡ് ചെയ്തേക്കുന്നതാണ് കൂൾ രാഹുൽ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് കനോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ജഞ്ച് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ജയ്സാൽമറിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലാട്ടോ, അതായത് ടുവേർഡ്സ് പാകിസ്ഥാനാണ്. അപ്പോൾ ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് അങ്ങോട്ട് യാത്ര ചെയ്യാണ്. അപ്പോഴേക്കും സമയം ഏകദേശം 5:30-6 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ GPS കാണിക്കുന്നത് ഈ 35 കിലോമീറ്റർ പോകാനായിട്ട് ഏകദേശം 20-25 മിനിറ്റാണ് കാണിക്കുന്നത്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് പോകാം. സ്ട്രെയിറ്റ് റോഡാണ്, 2 സൈഡിലും ഡെസേർട്ടാണ്, 2 ലൈൻ റോഡാണ്. അപ്പോൾ ഞങ്ങൾ കത്തിച്ച് പോവാണ്. ഞങ്ങൾ പോയ ആ സമയം എല്ലായിടത്തും ചൂടായതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും AC റൂംസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജയ്സാൽമറിൽ മാത്രം, അതായത് ഈ കനോയിൽ മാത്രം ഞങ്ങൾ ഒരു ടെൻറ്റ് ലൈഫ് ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി അങ്ങനെ ടെൻറ്റ്സാണ് അവിടെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഈ ജഞ്ച് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്നു വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ജഞ്ച് റിസോർട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ആരെയും അവിടെ കാണുന്നില്ല, ഒറ്റ മനുഷ്യനില്ല. ഈ റിസോർട്ടുണ്ട്, ഈ 2 വണ്ടിയുണ്ട്, ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ ഗോഇബിബോ വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നോക്കി അതിനകത്ത് നിന്ന് ഒരു നമ്പറൊക്കെ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തും ആരെയും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റിസോർട്ടിന് ചുറ്റും ഒരു വലിയ മതിലുണ്ട്. അപ്പോൾ ഈ മതിലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് 2 പേര് നടന്നു വരുന്നുണ്ട്. അതായത് നമ്മുടെ പാകിസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അവർ നമ്മുടെ അടുത്തേക്ക് എത്താറായി കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഭയ്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല, അവരങ്ങോട്ടേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ 2 ഒട്ടകമായിട്ട് വന്നു. ഈ ഒട്ടകമായിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ റൂം ബുക്ക് ചെയ്തേക്കുന്നവരല്ലേ, ഇതിനകത്തൊരു ക്യാമൽ റൈഡ് ഉണ്ടല്ലോ, യെസ് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ 2 പേര് വെച്ച് 2 ഒട്ടകത്തിൻ്റെയും മേളിൽ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ വീണ്ടും ഈ റോട്ടിൽ കൂടെ ടുവേർഡ്സ് വെസ്റ്റാണ് പോകുന്നത്, അതായത് ടുവേർഡ്സ് പാകിസ്ഥാനാണ് നമ്മൾ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഈ റോട്ടിൽ നിന്ന് ഈ ഒട്ടകങ്ങളെ ലെഫ്റ്റ് എടുപ്പിച്ചു, അതായത് ഡെസേർട്ടിലേക്ക് കയറി. അങ്ങനെ ഡെസേർട്ടിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റോഡും കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഡെസേർട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദി അറിയാവുന്ന അയാളോട് ചോദിച്ചു, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണേന്ന് പറഞ്ഞപ്പോൾ അവർ ചുമ്മാ ചിരിച്ചു. അതിനുശേഷം നിങ്ങൾ ഏത് നാട്ടുകാരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാൻകാരാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആകപ്പാടെ പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ തീരുമാനിച്ചു ഇനിയൊരു മടക്കയാത്രയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിച്ച് ആ ഒട്ടകത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. കാരണം ഇറങ്ങിയാലും എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം അത്രയും ദൂരം അങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും ഏകദേശം ഒരു 7 മണിയായി കേട്ടോ. കാരണം അരമണിക്കൂറോളമായി നമ്മൾ യാത്ര പോയിരുന്നു. വീണ്ടും നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു റോഡുള്ള സ്ഥലത്തേക്ക് എത്തി. നോക്കിയപ്പോൾ അവിടെ മറ്റൊരു റിസോർട്ടിന് ചുറ്റും നിറച്ചും വണ്ടികൾ. അങ്ങനെ ഞങ്ങളോട് അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കുകയല്ലേ, അവർ അതൊക്കെ എടുക്കാം, നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ
അതിനകത്ത് രാജസ്ഥാനി ഡാൻസ്, പാട്ട് പരിപാടികളെല്ലാം നടക്കുന്നു. അതായത് ഒരു ചുറ്റും ആൾക്കാർ ഇരിപ്പുണ്ട്, നടുക്ക് ഈ ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാക്കേജിൽ ഓൾറെഡി ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഏത് ക്യാമൽ റൈഡ് ഉണ്ട്, രാജസ്ഥാനി ഡാൻസ് ഉണ്ട്, ഡെസേർട്ട് സഫാരി ഉണ്ട്, ഡിന്നറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബുക്കിങ്ങിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ഡാൻസും പാട്ടൊക്കെ നടക്കുന്നതിൻ്റെ അവിടെ ആൾക്കാർ ഇരിക്കുന്നിടത്ത് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 പേരുണ്ടല്ലോ ഞങ്ങളെ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നവർ, അപ്പോൾ അവർ സ്നാക്സൊക്കെ ഞങ്ങൾക്ക് മാത്രം കൊണ്ടു തരുന്നു, വേറെ ആർക്കും അങ്ങനെ കൊണ്ട് കൊടുക്കുന്നൊന്നുമില്ല. അതിനുശേഷം ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളെ ഇവർ വന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേര്, ഒരു 100-150 പേരോളം മിനിമം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആ ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ബുഫേ ആണ്. അപ്പോൾ ഈ 2 പേര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം എടുക്കണ്ട, നിങ്ങളവിടെ ഇരുന്നോ, ഞങ്ങൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും വന്ന് അവനവന് ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇവർ കൈ കെട്ടി ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്, മാറി നിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു, നിങ്ങൾക്കിനി ഡെസേർട്ട് സഫാരിയും കൂടെ ബാക്കിയില്ലേ, അപ്പോൾ ബാ നമുക്കതിന് പോകാം, വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സമയം 10-10:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ വണ്ടി അപ്പുറം കിടക്കുകയല്ലേ, അത്യാവശ്യം നല്ല ദൂരെയാണത്. അപ്പോൾ അവർ പറഞ്ഞു, അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ജീപ്പിൽ കയറി. ഈ ജീപ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ജീപ്പിൻ്റെ പുറകിൽ കയറി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇവർ 2 പേരും ഉള്ളിലിരുന്ന്, ഒരാൾ ഡ്രൈവറും ഒരാൾ കോ ഡ്രൈവറായിട്ടും പോവാണ്. ഇവർ പോണ സ്പീഡ് എന്ന് പറഞ്ഞാൽ 100-120 പോണത് ഈ ഡെസേർട്ടിൽ കൂടെ. എല്ലാ കുണ്ടും കുഴിയിലും ചാടിച്ച്, കൂടാതെ മണൽക്കാറ്റും. ഈ മണൽ മുഖത്തേക്ക് അടിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, ദേ മാനെ കണ്ടോ, ഈ മൃഗത്തിനെ കണ്ടോ, ആ മൃഗത്തിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നും കണ്ണുറന്നവർക്ക് കാണാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇവർ ജീപ്പ് സ്പീഡിൽ പോയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുത്തി ഇങ്ങനെ നിർത്തി താഴത്തേക്ക്. എന്നിട്ട് ലൈറ്റ് അടിച്ചു, ബ്രൈറ്റ് അടിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് ബജ്രംഗി ഭൈജാൻ എന്ന് പറഞ്ഞ സിനിമയിൽ സൽമാൻ ഖാനും ആ കുട്ടിയും കൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്ന സ്ഥലം. ഒരു തുരങ്കത്തിൽ കൂടെയാണല്ലോ കയറി പോകുന്നത്, അത് ഇതിൽ കൂടെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു കുറേ നേരം ആ ഡെസേർട്ടിൽ കൂടെ ഇട്ട് കുറേ മേളിലേക്കും താഴത്തേക്കും ഒക്കെ ഈ വണ്ടിയിട്ട് ഓടിച്ച്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കാരണം ഞങ്ങൾക്ക് വയറിലെ ആകപ്പാടെ ഛർദ്ദിക്കാനും മുട്ടിയിട്ടൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിരുന്നത്. എന്നിട്ട് തിരിച്ച് ഏകദേശം ഒരു 11 മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ പഴയ റിസോർട്ടിനെ, നമ്മുടെ വണ്ടി ഇട്ടേക്കണേൻ്റെ അവിടെ ഇവർ കൊണ്ട് എത്തിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ വണ്ടി എടുത്തു. എന്നിട്ട് ഇവർ ഫ്രണ്ടിൽ പോയി, ഞങ്ങൾ ഇവരെ പുറകെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഈ പാകിസ്ഥാൻ ഡയറക്ഷനിലേക്കാണ് ഈ പോകുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്, നിയർലി ഒരു 5 to 6 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ പാട്ടും ഡാൻസൊക്കെ ഉള്ള റിസോർട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആകെപ്പാടെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരൊറ്റ വണ്ടി അവിടെ ഇല്ല, ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ല, പാട്ടില്ല, ഡാൻസില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വണ്ടി തിരിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ ഇവിടെ വേറെ ആരും ഇല്ലേ, നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ സംശയമായി പോയി, ഇനി നേരത്തെ കണ്ടത് വല്ല സ്വപ്നമാണോ എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇതൊരു ഓഫ് പീക്ക് സീസണാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ കുറേ ഈ കനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി റിസോർട്ട്സ് ഉണ്ട്, ഇതുപോലെ ടെൻ്റുള്ള കുറേ റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ റിസോർട്ട്സിലൊന്നും ഒരു ബുക്കിംഗ് പോലും ഇല്ല, ആകെപ്പാടെ ഉള്ളത് നിങ്ങളുടെ ബുക്കിംഗാണ്. ഈ വന്നവരെല്ലാവരും ഈ ഡാൻസും പാട്ടും കേൾക്കാൻ വേണ്ടി മാത്രം വന്നവരാണ്, കൂടാതെ ഡിന്നറിനും. അതിനുശേഷം അവരുടെ വണ്ടിയിൽ നേരെ തിരിച്ച് ജയ്സാൽമറിന് പോയി. അതായത് 10-35 കിലോമീറ്റർ അപ്പുറമുള്ള ജയ്സാൽമറിലേക്ക് തിരിച്ചു പോയി. അവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മനസ്സിൽ സംശയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇവർ ഞങ്ങൾക്ക് റൂം തന്നു. അപ്പോൾ 2 പേര് വെച്ച് ഓരോ റൂമിൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒരു റൂമിലും മറ്റേ 2 പേരും മറ്റേ റൂമിൽ കിടക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് ചെന്ന് കിടക്കാൻ പോയപ്പോൾ, അപ്പോൾ ഈ രാത്രി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. പകലൊരു 40-45 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ അത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആവും. അങ്ങനെ കിടക്കാനായിട്ട് ബെഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബെഡിൽ നിറച്ച് മണൽ, കൂടാതെ സൈഡിലൊരു AC ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ മുകളിൽ 2 ജനലുണ്ട്. ആ ജനൽപ്പാളികളെ കുറ്റി നിന്നിട്ട് അടയ്ക്കാനും പറ്റുന്നില്ല. അപ്പോൾ നല്ല കാറ്റുള്ളത് കാരണം ഈ ജനൽപ്പാളി ഇങ്ങനെ തുറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാറ്റ് വരുമ്പോഴും അത് തുറന്ന് അതിൽ കൂടെ മണൽക്കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മുഖത്തേക്കും കണ്ണിലേക്കൊക്കെ അടിച്ച് നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ആ ജനലിൻ്റെ അപ്പുറം കുറച്ച് പൊങ്ങിയുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഈ മണൽ വരുന്നത്. അങ്ങനെ രാത്രി ഏകദേശം 12:30-1 മണിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അതേ മറ്റവരും പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ 4 പേരും കൂടെ മറ്റവരെ തപ്പിയിട്ട് അവരെ കണ്ടുപിടിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ റൂമിലൊക്കെ ഫുൾ മണൽ വരികയാണ്, വാതിലെന്ന് പറഞ്ഞ സാധനം ഇല്ല, ജനലിന് കുറ്റിയില്ല, ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ഡാൻസൊക്കെ കളിച്ച ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജ് പോലെയുള്ള അവിടെ ഞങ്ങൾ വിരിച്ചു തരാം, അവിടെ കിടന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ അവർ ഞങ്ങൾക്ക് 4 പേർക്കും 4 മെത്തയും പില്ലോയും എല്ലാം തന്നു. എന്നിട്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു, പുതപ്പും തന്നു. അങ്ങനെ ഞങ്ങൾ മാനത്ത് നോക്കി കിടന്ന് ഉറങ്ങി. തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ രാവിലെയായി. എന്തോ ഭാഗ്യത്തിനാണ് ഈ മരുഭൂമിയിലേക്കുള്ള പാമ്പൊന്നും ഞങ്ങളെ കടിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യേണ്ടത് ഇവിടുന്ന് ജയ്പൂരിലേക്കാണ്. ഏകദേശം 600 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള പരിപാടി കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. വെള്ളമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അതൊന്ന് പിന്നീടാക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഉള്ള മിനറൽ വാട്ടർ വെച്ചിട്ട് അത്യാവശ്യം പല്ല് കഴിക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പോകാനൊരുങ്ങി. അപ്പോൾ ഇവരെ ഞങ്ങൾ വീണ്ടും കണ്ടു കേട്ടോ. അപ്പോൾ ഒരു പയ്യനും കൂടെ ഉണ്ട് ഇവരുടെ കൂടെ. അപ്പോൾ പോരാൻ നേരം അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനികളൊന്നും അല്ല കേട്ടോ, നിങ്ങൾ വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറിയ ടിപ്പൊക്കെ കൊടുത്ത് ഞങ്ങൾ പയ്യെ പോകാനൊരുങ്ങി. ശരിക്കും തങ്കപ്പെട്ട മനുഷ്യരായിരുന്നു കേട്ടോ. തങ്കപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട മനുഷ്യർ. കാരണം ഒരു ജനവാസം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ 4 പേരെയും ശരിക്കും പറഞ്ഞാൽ പൊന്നുപോലെ നോക്കിയത് അവരാണ്. പക്ഷെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത സ്ഥലമായതുകൊണ്ടും ആൾക്കാരായതുകൊണ്ടും ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായതാണ്. പക്ഷെ രാവിലെ ആയി കഴിഞ്ഞ് ഇവരെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ശുദ്ധരാണ്, അവർ വളരെ ശുദ്ധരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ജയ്പൂരിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 4 പേർക്കും ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളുള്ള പമ്പിലൊക്കെ കയറി നോക്കി. പമ്പിലൊക്കെ കയറിയപ്പോൾ ഇത് തന്നെ അവസ്ഥ. ടോയ്ലറ്റൊന്നുമില്ല, കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. എന്നാൽ വഴിയിൽ എവിടെയെങ്കിലും ഡെസേർട്ടിൽ ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലോ ഭയങ്കര മണൽക്കാറ്റും. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മണൽ വന്ന് നമ്മളെ മൂടും. അപ്പോൾ ആ അവസ്ഥയാണ്ട് അതിന് ഞങ്ങൾ ഇരുന്നില്ല. പിന്നെ 600 കിലോമീറ്റർ അപ്പുറമുള്ള ജയ്പൂർ ഹോട്ടലിൽ ചെന്നിട്ടാണ് ഞങ്ങൾ സാധിച്ചത്. അപ്പോൾ ഇതാണ് ആ 20 ദിവസത്തെ മണാലി വരെയുള്ള ട്രിപ്പിൽ നടന്ന് മറക്കാനാവാത്ത ഒരു അനുഭവം. ഞങ്ങൾക്ക് ഇത്രയും സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ആടുജീവിതത്തിലേക്ക് നജീബിക്കയുടെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞങ്ങളന്ന് യാത്ര ചെയ്ത 4 പേർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് തന്ന ഒരു രാത്രിയായിരുന്നു ആ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.